ഒരു പോലീസുകാരനെയും തെറ്റ് ചെയ്താൽ സംരക്ഷിക്കുന്ന സർക്കാരല്ല കേരളം ഭരിക്കുന്നത്. KPCC പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പഴയകാല ഓർമ്മയിൽ നിന്നായിരിക്കാം. ഉരുട്ടിക്കൊന്നയാളെ സംരക്ഷിച്ചതാണ് കോൺഗ്രസിൻ്റെ പഴയ ഭരണം. അത് പരാതികളെക്കുറിച്ച് പരിശോധന നടത്തി കുറ്റക്കാരുടെ പേരിൽ കർശനമായ നടപടിയെടുക്കണം. അത് സർക്കാർ തന്നെ നയമായി പ്രഖ്യാപിച്ചതാണ്. DGPയും ആ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ ഇത്തരത്തിൽ സർക്കാരിൻ്റെ പൊതുനയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് നിലപാട് സ്വീകരിച്ച പോലീസുകാരുടെ മേൽ കർശനമായ നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. 114 പോലീസുകാരെ പോലീസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി സർവീസിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തെറ്റ് ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ചുകൂടാ. ഈ ഒരു കീഴ്വഴക്കം തുടരുന്നൊരു അഭിപ്രായമല്ലേ ശരി? കാരണം വെച്ചാൽ ഈ പോലീസുകാരെ സംരക്ഷിക്കുന്നുണ്ട്. KPCC പ്രസിഡന്റ് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഈ ആരോപണവിധേയരായിട്ടുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പോലീസുകാരെ സംരക്ഷിക്കുന്ന പാർട്ടി പോലീസിനെ വരുതിയിലാക്കിയിരിക്കുന്നു. ഒരു പോലീസുകാരനെയും തെറ്റ് ചെയ്താൽ സംരക്ഷിക്കുന്ന സർക്കാരല്ല കേരളം ഭരിക്കുന്നത്. KPCC പ്രസിഡന്റ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പഴയകാല ഓർമ്മയിൽ നിന്നായിരിക്കാം. ഉരുട്ടിക്കൊന്നയാളെ സംരക്ഷിച്ചതാണ് കോൺഗ്രസിൻ്റെ പഴയ ഭരണം. രാജനെ കൊന്ന കൊലയാളികളെ സംരക്ഷിച്ചതാണ് കരുണാകരൻ. അന്ന് രാജനെ കാണാതായപ്പോൾ ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ സർക്കാരിന് വേണ്ടി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് രാജനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടേ ഇല്ല എന്നാണ്. ആ ഈശ്വര വാര്യർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹം പറയുമായിരിക്കും സത്യം. തൻ്റെ മകനുണ്ടായ ദുരനുഭവം പോലീസ് കൂട്ടിക്കൊണ്ടുപോയി ക്രൂരമായി തല്ലിക്കൊന്നതാണ് രാജൻ. അങ്ങനെ എത്രയെത്ര രാജന്മാർ, കണ്ണന്മാർ. ഇന്നിപ്പോൾ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹം കൂത്തുപറമ്പ് MLA ആയിരിക്കുന്ന സന്ദർഭത്തിലാണല്ലോ കൂത്തുപറമ്പിൽ വെച്ച് പോലീസ് മൃഗീയമായി മർദ്ദിച്ച് കാലിൻ്റെ ചിരട്ട തകർത്തത്. ആ പോലീസുകാരൻ്റെ പേരിൽ നടപടിയെടുത്തിട്ടില്ലല്ലോ. അന്ന് താൻ ധരിച്ച വസ്ത്രത്തിലെ ചോരയുടെ പാടുകൾ ഉയർത്തി നിയമസഭയിൽ പ്രസംഗിച്ച പ്രസംഗത്തിന് അന്നത്തെ ആഭ്യന്തരമന്ത്രി കരുണാകരൻ പുച്ഛിച്ച് തള്ളുകയല്ലേ ചെയ്തു. അത് കോൺഗ്രസിൻ്റെ ചരിത്രമാണ്. ഇത് ഗതകാല ഇടതുപക്ഷ ചരിത്രമാണ്. ഗതകാലത്ത് ഇടതുപക്ഷം പോലീസ് തെറ്റ് ചെയ്താൽ സംരക്ഷിക്കില്ല. എനിക്ക് നേരിട്ടറിയാലോ. ആസനത്തിൽ ആല് കിളിർത്താൽ നമ്മളെല്ലാം തന്നെ ഡോക്ടറെ കാണിച്ച് അതെന്താ കാരണം ഒരു സർജറിയിലൂടെ മാറ്റും. എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആയുധം വെച്ചിട്ടാണല്ലോ ആസനത്തിൽ ആല് കയറ്റുന്നവരെ കയറ്റിയത്. ഞാൻ എൻ്റെ സംസ്കാരം കൊണ്ടാണ് മറ്റു വാക്ക് പറയാതെ. ആ പോലീസുകാരനെ ആ ഭരണം സംരക്ഷിച്ചല്ലോ. ഇടതുപക്ഷം വന്നു, നടപടിയെടുത്തു. അതാണ് ഇടതുപക്ഷം.